ആ ദിവാകരേട്ടാ, എന്താടാ കല്യാണം പറ്റി എന്താ കട തുറക്കണേ? കല്യാണം കഴിഞ്ഞ വെച്ച് കട തുറക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ കൊച്ചിക്കാർക്കൊക്കെ ബിസിനസ് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി എന്തും. രാഹുൽ പശുപാലനും രശ്മിയാർ നായരും താമസിച്ചിരുന്ന തൃക്കാക്കരയിലെ ഫ്ളാറ്റ് അവരുടെ അറസ്റ്റിന് ശേഷം 12 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് പോലീസ് റെയ്ഡ് ചെയ്തത്. ഇരുവരുടെയും ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പോലെ തികച്ചും കുത്തഴിഞ്ഞ നിലയിൽ പ്രശാന്തേട്ടാ, കൊച്ചിയിൽ അതൊക്കെ നടക്കൂ? കൊച്ചി അവിടെ എന്ത് നടക്കും? പിന്നെ ഇതൊക്കെ ഒരു സ്കില്ലല്ലടാ. നമുക്കറിയാത്ത സ്ഥലമാണോ ഈ കൊച്ചി? അപ്പൊ ചേട്ടന് കൊച്ചിയിലെല്ലാം സ്ഥലം അറിയൂ? എടാ സുബി, നീ എന്താ വിചാരിച്ചേ പ്രശാന്തിനെ പറ്റി? പ്രശാന്ത പണ്ടേ കൊച്ചിക്കാരനല്ലേ? സുബി, കൊച്ചി എന്ന് വെച്ചാ ഒരു സംഭവമാണ്. മൂന്നാർക്ക് എന്തിനുള്ള? ദിവാകരേട്ടാ, ഞാൻ ഇറങ്ങാട്ടോ. ആ ഉച്ചയ്ക്ക് കഴിക്കാൻ ചെല്ലാന്ന് പറഞ്ഞായിരുന്നു. എടാ കള്ള, ചെല്ല് ചെല്ല്. മോള് കഴിക്കണില്ലേ? പ്രശാന്തേട്ടൻ കഴിച്ചിട്ട് കഴിച്ചോളാം. മതി 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 മതി. പ്രശാന്തേട്ടാ, അമ്മ ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എങ്ങും പോകണില്ലേന്ന്. പോവാം. പ്രശാന്തേട്ടാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കൊച്ചിക്ക് പോവാം. അതാവുമ്പോ ചേട്ടന് നല്ലോണം അറിയണ സ്ഥലല്ലേ? ആ പോവാം. എന്നാലും നീ കല്യാണ സമയത്ത് പല്ലിൽ കമ്പിട്ടത് കുറച്ച് അക്രമായി പോയി. അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം കയറി വരുമെന്ന് ഞാൻ അറിഞ്ഞോ? ആ, ഇതൊരു മാതിരി നെയ്മീൻ കഴിക്കുമ്പോൾ മുള്ളുണ്ട് അവസ്ഥ. ഹോ സിന്ധു, ഇനി എങ്ങോട്ടാ പ്രശാന്തേട്ടാ? പണ്ട് ഇവിടുന്ന് മുട്ടിന് ബസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണാനില്ല. കൊച്ചി ആകെ മാറിപ്പോയി. നീ ഇവിടെ നിൽക്ക്, ഞാൻ ചോദിച്ചിട്ട് വരാം. ചേട്ടായി ലുലുമോള്? അത് കച്ചേരിപ്പടി നോർത്ത് കലൂര് പാലാരോട്ട് കഴിഞ്ഞാൽ ലുലുമാളല്ലേ. അതിന് ഒരുപാട് പൈസ പോവും. പൈസയും സീനാക്കണ്ട, മച്ചൻ കയറിക്കോ. ആണോ? സിന്ധു, ചേട്ടാ 2 ലുലുമോള്. പ്രശാന്തേട്ടാ, കുറെ ദൂരമുണ്ടോ ഇവിടുന്ന്? ഏയ്, അത് കച്ചേരിപ്പടി നോർത്ത് കല്ലൂര് പാലാരിവട്ടം കഴിഞ്ഞാൽ ലുലുമോളല്ലേ. പ്രശാന്തേട്ടനെ സമ്മതിക്കണം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ എന്റെ സിന്ധു. അത് മേൽപ്പാലാണ്. അതിന്റെ മേലെ കൂടെ വണ്ടിയൊക്കെ ഓടുന്നത്. അത് മേൽപ്പാലം അല്ലട്ടാ, മെട്രോന്റെ പാലമാണ്.
എനിക്കറിയാട്ടാ, ചേട്ടൻ വണ്ടി ഓടിച്ചാൽ മതി. കണ്ട ഏ കൊച്ചിയുടെ തുമ്പത്ത് പോയിട്ടുണ്ടോ നിങ്ങൾ? തുമ്പത്ത് കേറിയിട്ട് നോക്കിയിട്ടുണ്ടോ? തുമ്പത്ത് കേറിയിട്ട് കീഴ്പോട്ട് നോക്കിപ്പോ കുണ്ടും കുഴിയും ഗട്ടറുമായി. കൊച്ചിയുടെ തുമ്പത്ത് പോയിട്ടുണ്ടോ നിങ്ങൾ? തുമ്പത്ത് കേറിയിട്ട് നോക്കിയിട്ടുണ്ടോ? തുമ്പത്ത് കേറിയിട്ട് കീഴ്പോട്ട് നോക്കിപ്പോ കുണ്ടും കുഴിയും ഗട്ടറുമായി. റോഡും ചാറുമൊന്നുമില്ല, കാടും കൂടുമില്ല, ഇല്ല കൊച്ചി കണ്ടാൽ അച്ചി വേണ്ട. മെട്രോ പണി, റോഡ് പണി, 2 മല്ലൽ പാലം പണി, കൊച്ചിയിലെ കാലാവസ്ഥ എന്നും പണി. ട്രാഫിക് ബ്ലോക്കിന്റെ ശല്യം ഇപ്പൊ കൂടി കൂടി വന്നു. ആര് ചെയ്യും, എന്തു ചെയ്യും? No one has an idea. No one has an idea. No one has an idea. No one. കൊച്ചിയുടെ തുമ്പത്ത് പോയിട്ടുണ്ടോ നിങ്ങൾ? തുമ്പത്ത് കേറിയിട്ട് നോക്കിയിട്ടുണ്ടോ? തുമ്പത്ത് കേറിയിട്ട് കീഴ്പോട്ട് നോക്കിപ്പോ കുണ്ടും കുഴിയും ഗട്ടറുമായി. കൊച്ചിയുടെ തുമ്പത്ത് പോയിട്ടുണ്ടോ നിങ്ങൾ? തുമ്പത്ത് കേറിയിട്ട് നോക്കിയിട്ടുണ്ടോ? തുമ്പത്ത് കേറിയിട്ട് കീഴ്പോട്ട് നോക്കിപ്പോ കുണ്ടും കുഴിയും ഗട്ടറുമായി. PVR പവർ. ബണ്ണുണ്ടല്ലോ. ദേ ആ കാണുന്നതാണ് ലുലു മാൾ. ആ എത്ര ഏട്ടാ? 500. 500? പൈസ ഒന്നും സീനില്ല എന്ന് പറഞ്ഞിട്ട്. അതല്ലേട്ടാ പറഞ്ഞല്ലേ, ഇപ്പൊ കൊച്ചിയിലെ ബ്ലോക്കൊക്കെ അറിയാല്ല. അല്ല ചേട്ടൻ ആദ്യമായിട്ടാണോ കൊച്ചിക്കൊക്കെ വന്നത്? അല്ല ആദ്യമല്ല, എന്നാലും എന്തേട്ടാ വേറെ ഓട്ടോ ഉണ്ട്, പോട്ടെ. 500 ഇത്തിരി കൂടുതലാ. വീട് പ്രശാന്ത് ഏട്ടാ, പ്രശ്നമാക്കണ്ട. ഇതാ 500. 500 കുറച്ച് കൂടിപ്പോയി. എന്ത് പൊടിയല്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാ മതിന്ന്. എത്തിന്ന്. പിന്നെ നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ഒരുപാടുണ്ട്. ദേ ലുലു കണ്ടാ, ബോർഡ് കണ്ട. അതെ, എനിക്ക് വിശക്കണുണ്ട്. ഇതിനുള്ളിൽ വല്ലതും തിന്നാൻ കിട്ടുമോ? തിന്നാൻ കിട്ടുമെന്നാ? നിന്നെ ഞാൻ തീറ്റിച്ച് കൊല്ലും. പിന്നെ കേറുമ്പോ വലത് കാലം വെച്ച് കയറണം കേട്ടോ. The roads are full of potholes, that's okay, 'cause we got ourselves a Lulu Mall on the highway. Rumby, jumpy, talking crazy, all the bits go up, they go up. Now you gotta come to Cochin at least once in your life. See the lifestyle of Cochin, it's a different way to fly. Damn, we don't lie, we don't keep it that way. No, we don't do it. You don't know how it is. Let's play the song again and make it the Cochin anthem. Now, do you hear it? Do you feel it? Let's hear it for Cochin, man! ഓ നടന്ന് നടന്ന് മടുത്തു. കൂടി ഇരിക്കാം. ഏതായാലും ഡേ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാട്ടാ. ഒരു കണ്ണാടി കോപ്പ്. അതെ, വിശക്കണു. വിശക്കണോ? ഇല്ല ചോദിക്കട്ടെ. ചേട്ടാ ചേട്ടാ ഭക്ഷണം കഴിക്കാൻ 3rd ഫ്ലോറിൽ 3ാമത്തെ നിലയിൽ. 3rd ഫ്ലോർ. ബാപ്പോ അവനുണ്ട് കണ്ണടി, ഫോൺ, കോപ്പ്. വെൽക്കം സാർ, അങ്ങോട്ടിരിക്കാം. ഓ വാ. അവിടെ അല്ലേ? ആ സാർ, അവിടേക്ക് ഇരുന്നോളൂ. വാന്ന്. ഇരുന്നു.
സർ ഓ കഴിക്കാൻ എന്താ ഉള്ളേ? സാർ ആ മെനുവിലുണ്ട്. മെനു ആയിരുന്നോ? ഇത് ഓക്കെ സാർ. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. ആ നീ ഇവിടുത്തെ ഫുഡ് കഴിച്ചില്ലല്ലോ? ഇല്ല. പണ്ട് ഞാൻ വന്നിട്ടുള്ളതാ. ഇത് കഴിച്ച പിന്നെ നീ വണ്ടി കയറി വരും മൂന്നാറിന്ന്. അത്രയ്ക്ക് സൂപ്പറാ. ആണോ? ആന്ന്. ഇപ്പൊ വരും. തുറക്കാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെ? കൊള്ളാട്ടാ. ഇത് പുട്ടല്ലേ? ശരിയാണല്ലോ. ചേട്ടാ, അതെ, ഒരു മിനിറ്റ്. സാർ വേറെ എന്തെങ്കിലും വേണോ? ഇതെന്താ പുട്ട്? സാർ കൊച്ചിൻ സ്പെഷ്യൽ സ്റ്റീം കേക്ക് അല്ലേ ഓർഡർ ചെയ്തത്? ആ അതെ. അതിതാണ് സാർ. എടോ, എന്തൊക്കെയായിരുന്നു? കൊച്ചി സൂപ്പറാണ്, കൊച്ചി സംഭവമാണ്, തേങ്ങാ കൊല. പുട്ട് തിന്നാനാണോ മനുഷ്യ മൂന്നാറിൽ ഇങ്ങോട്ട് കുറ്റിയും പറിച്ചു പോകുന്നത്? മോളെ അത് മിണ്ടരുത്. സത്യം പറ, താൻ എപ്പോഴെങ്കിലും കൊച്ചിക്ക് വന്നിട്ടുണ്ടോ? എന്നാൽ ഞാൻ സത്യം പറയട്ടെ. പണ്ട് അച്ഛൻ്റെ കൂടെ തുണി എടുക്കാൻ വന്നപ്പോൾ ബസ് വന്നതും പോയത് ഈ വഴിയാ. അത്രേ ഉള്ളൂ ഞാനും കൊച്ചായിട്ടുള്ള ബന്ധം. താൻ എന്ത് മനുഷ്യനാടോ? അല്ല, വീട്ടിലേക്ക് വാ, കാണിച്ചു തരാം. ശോ. സിന്ധുവേ, എന്ത് ചേച്ചി? എന്താ മോളെ പെട്ടെന്ന് വന്നേ? പ്രശാന്തേട്ടന് കട തുറക്കണ്ടേ ചേച്ചി? ഓ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഹണിമൂൺ? കൊച്ചിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്റെ രമണി ചേച്ചി, കൊച്ചി ഒരു സംഭവമാണ്. മൂന്നാറൊക്കെ എന്തിനു കൊള്ളാം.